കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയുടെ എല്ലാ കോണിലും മതം, ഭാഷ, സംസ്കാരം, പാരമ്പര്യം എന്നിവയുടെ അതിശയകരമായ സംഗമം കാണാൻ കഴിയും. ഈ നാനാത്വത്തിൽ ഏകത്വവും സമത്വവും ഉറപ്പാക്കാനും ന്യൂനപക്ഷങ്ങളുടെ വികസനത്തിനും വേണ്ടി 1992 ഭാരത സർക്കാർ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അഥവാ NCM രൂപീകരിച്ചു. ഭാരതത്തിൽ നിലവിൽ 6 ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട്. അതിൽ മുസ്ലിം, സിഖ്, ക്രിസ്ത്യാനി, ബുദ്ധമതം, ജൈനമതം, പാഴ്സികൾ എന്നിവർ ഉൾപ്പെടുന്നു. ഈ കമ്മീഷൻ രാജ്യത്തുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക, വിദ്യാഭ്യാസ, സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കുന്നു. NCMന്റെ പ്രധാന ജോലികളിൽ ഉൾപ്പെടുന്നു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിരീക്ഷിക്കുക, പിന്നെ അവ ലംഘിക്കപ്പെടുന്ന അവസ്ഥ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുക, ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അവയ്ക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുക, സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ പദ്ധതികളുടെ സ്വാധീനവും നടത്തിപ്പും അവലോകനം ചെയ്യുക, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുക, ഒപ്പം തന്നെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുവാൻ സഹകരിക്കുക. ഈ ശ്രേണിയിൽ കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ ദേശീയ സമ്മേളനം സംഘടിപ്പിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ശ്രീ കിരൺ റിജിജു മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുക്കുകയും പ്രത്യേക സംബോധന നൽകുകയും ചെയ്തു. स्टेट माइनॉरिटीज कमीशंस के बैठक मेरे ख्याल से नियमित रूप से रेगुलरली होते रहना चाहिए, ताकि हम एक दूसरे को मिलते रहे, सहयोग भी करते रहे और अलग अलग प्रदेशों में जो एक्सपीरियंसेस है, जो अच्छा काम हुए हैं, उसका भी आदान प्रदान कर सके. अपने जो मिनिस्ट्री के ऑफिसर्स हैं, मेरे जो टीम है, सबको बताया हुआ है कि गत वर्ष पहले हम जिस स्पीड से माइनॉरिटीज का वेलफेयर के लिए हम डेवलपमेंट करते हैं, उससे कई गुना अधिक तेज गति से, स्पीड से हम आगे काम करेंगे. ഈ പരിപാടിയിൽ പ്രധാന നയനിർമ്മാതാക്കൾ, വിദഗ്ധർ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നിവർ പങ്കെടുത്ത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് തുല്യ അവസരങ്ങളും അവർക്കുള്ള ക്ഷേമ പദ്ധതികളും സംബന്ധിച്ച് ചർച്ച നടത്തി. ഈ അവസരത്തിൽ ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ തന്റെ പ്രസംഗത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ശാക്തീകരണത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധത പ്രകടിപ്പിച്ചു. India is the safest place for the minorities in the world. We feel that we can raise our voice, we can protest, we can ask the government to give. They are giving also. They are compelled to give. That is democracy. That is the freedom for all. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ ന്യൂനപക്ഷ സമുദായത്തിന്റെ സംഭാവന വിശദമായി ചർച്ച ചെയ്തു. India is heaven for minorities. India has been a beacon of hope for minorities, offering them opportunities to thrive and contribute to the nation growth. We have had distinguished leaders from minority communities serving as presidents, prime ministers, union ministers and chief ministers. They have played a vital role in shaping today's destiny and promoting its development, security and integrity. Our minority communities have also made their mark in the world of sport, winning laurels at the international level. സമ്മേളനത്തിൽ 2 സാങ്കേതിക സെഷനുകൾ നടന്നു. ആദ്യ സെഷനിൽ വിദ്യാഭ്യാസ മേഖലയിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പങ്കിനെക്കുറിച്ച് ഒരു അർത്ഥവത്തായ ചർച്ച നടന്നു. ന്യൂനപക്ഷ വിദ്യാർത്ഥികളും സ്ഥാപനങ്ങളും നേരിടുന്ന വെല്ലുവിളികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൂടാതെ സമഗ്രമായ വിദ്യാഭ്യാസത്തിനായി പരിഹാരങ്ങളും നിർദ്ദേശിച്ചു. രണ്ടാമത്തെ സെഷന്റെ ചർച്ചയിൽ ന്യൂനപക്ഷങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും സമഗ്ര വികസനം ഉറപ്പാക്കുന്ന നയങ്ങളും പ്രവർത്തനങ്ങളും തയ്യാറാക്കുന്നതിലും സർക്കാർ പരിഹാര പദ്ധതിയുടെ ആവശ്യകത ഉയർത്തിക്കാട്ടി. പാനലിസ്റ്റുകൾ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഉന്നമനത്തിനായി
ക്ഷേമ പരിപാടികളുടെയും സ്ഥിരമായ സംരംഭങ്ങളുടെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. സമ്മേളനത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും ഒരു ഓപ്പൺ ഹൗസ് ചർച്ചയും സംഘടിപ്പിച്ചു. പങ്കെടുത്തവർ സജീവമായി അവരുടെ സമീപനവും ശുപാർശകളും പങ്കിട്ടു. ഇതുമൂലം ആശയങ്ങളുടെ സഹകരണാത്മക കൈമാറ്റത്തിന് പ്രോത്സാഹനം ലഭിച്ചു. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സൂചിപ്പിക്കുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രാജ്യത്ത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ ഉന്നമനം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിരന്തരം പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ്. ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ഭാരത സർക്കാർ പങ്കാളിത്തത്തിൽ നിന്ന് നേട്ടം